സർവദോഷശാന്തിക്കായി സർവശക്തി വാസാക്കിയ സർവശക്തമാം നിയമ താരാസ്തുതി. സർവദോഷശാന്തിക്കായി സർവശക്തി പാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. ഖഡ്ഗിയായി അവതരിച്ചു മുഖമ്പായി നിന്നുകൊണ്ട് ഇത്തരയിൽ നടത്തുന്ന താരാസ്തുതി. ഖഡ്ഗിയായി അവതരിച്ചു മുഖമ്പായി നിന്നുകൊണ്ട് ഇത്തരയിൽ നടത്തുന്ന താരാസ്തുതി.
ജന്മമെടുത്തിദ്ധരയിൽ ജീവിക്കുന്ന മർത്യരുടെ സർവദോഷം തീർത്തിടുവാൻ നടത്തിടുന്നു. ജന്മമെടുത്തിദ്ധരയിൽ ജീവിക്കുന്ന മർത്യരുടെ സർവദോഷം തീർത്തിടുവാൻ നടത്തിടുന്നു. സർവദാറികൾ കൂടി ജീവിക്കുന്ന മർത്യർക്കെല്ലാം സർവദായി യജ്ഞത്താലങ്ങാനന്ദിച്ചിടാം. സർവദാറിവിൽ കൂടി ജീവിക്കുന്ന മർത്യർക്കെല്ലാം സർവദായി യജ്ഞത്താലങ്ങാനന്ദിച്ചിടാം. ആനന്ദിക്കുക ആത്മാക്കളെ, ആനന്ദിക്കുക ആത്മാക്കളെ, അറിവിനാൽ ഒത്തുചേർന്നു ആനന്ദിക്കുക. ആനന്ദിക്കുക ആത്മാക്കളെ, ആനന്ദിക്കുക ആത്മാക്കളെ, താരാസ്തുതിയിൽ ചേർന്നങ്ങാനന്ദിക്കുക. താരാസ്തുതിയിൽ ചേർന്നങ്ങാനന്ദിക്കുക. സർവദോഷ ശാന്തിക്കായി സർവശക്തി പാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. സർവശക്തമായ നിയമം താരാസ്തുതി.
നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ നഷ്ടമാക്കി മനുജന്മം മഹജന്മം അറിഞ്ഞുകൊള്ളുക നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ നഷ്ടമാക്കി മനുജന്മം മഹജന്മം അറിഞ്ഞുകൊള്ളുക മഹത്പുരുഷനോടൊത്തു രമിച്ചു സുഖിച്ചു വാഴാൻ മഹത്പുരുഷനോടൊത്തു രമിച്ചു സുഖിച്ചു വാഴാൻ ഇതുപോലെ ഒരു ജന്മം ഭൂവിലില്ലല്ലോ മഹത്പുരുഷനോടൊത്തു രമിച്ചു സുഖിച്ചു വാഴാൻ ഇതുപോലെ ഒരു ജന്മം ഭൂവിലില്ലല്ലോ മഹത്വം നീ അറിഞ്ഞെന്നും മഹത്വമായി ജീവിച്ചെന്നാൽ മഹത്വം നീ അറിഞ്ഞെന്നും മഹത്വമായി ജീവിച്ചെന്നാൽ മഹത്പുരുഷന്റെ വാഴ്ച അകമേ കാണാം മഹത്വം നീ അറിഞ്ഞെന്നും മഹത്വമായി ജീവിച്ചെന്നാൽ മഹത്പുരുഷന്റെ വാഴ്ച അകമേ കാണാം ആനന്ദത്തെ അകതാരിൽ നൽകിടുന്ന ആനന്ദത്തെ അകതാരിൽ നൽകിടുന്ന മഹത്പുരുഷന്റെ വാഴ്ച അകമേ കാണാം ആനന്ദത്തെ അകതാരിൽ നൽകിടുന്ന മഹത്പുരുഷന്റെ വാഴ്ച അകമേ കാണാം. ഉന്നതന്റെ വാഴ്ച ഉത്തമന്മാരിലാണ്. ഉന്നതന്റെ വാഴ്ച ഉത്തമന്മാരെന്ന് പറയുന്നത് ആരാണ്? സത്തുക്കളാണ് ഉത്തമന്മാരെന്ന് പറയുന്നത്. സത്തുക്കളെന്ന് പറഞ്ഞാൽ സാരമറിയുന്നവരെന്നാണ് അല്ലേ? സത്തുക്കളെന്ന് പറഞ്ഞാൽ സാരം എന്താണ്? സാരം സായുജ്യ സാരമല്ലോ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സായുജ്യത്തിന് ഉപയോഗിക്കുന്നതാണ് അല്ലേ? സായുജ്യത്തെ സമ്പൂർണമായി ലഭിക്കുവാൻ സാരമായി ആവശ്യമുള്ളത് ജ്ഞാനമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യഥാർത്ഥമായുള്ളതിനെ, സാരമായുള്ളതിനെ, സത്യമായുള്ളതിനെ തിരിച്ചറിയുന്നവരാണ് ആര്? സത്തുക്കൾ. അപ്പോൾ സത്തുക്കളാണ് ഉത്തമന്മാർ. ഈ സാരമറിയുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് പൊതിഞ്ഞു കൊണ്ടുവച്ചിരിക്കുകയാണോ ഈ സാരം? പോകുന്ന വഴിക്ക് ഒരു പൊതി എടുത്തുകൊണ്ടങ്ങ് പോവാൻ ആണോ? അല്ല. എന്തെങ്കിലും പ്രത്യേക വസ്തുവിൽ മാത്രം ക്രമീകരിച്ചിരിക്കുകയാണോ?
അങ്ങനെയുമല്ല. പിന്നെ എങ്ങനെയാണ്? ആത്മാവിൽ നിന്നാണ് സൃഷ്ടി, അല്ലേ? ആത്മാവ് അറിയാതെ സൃഷ്ടിയില്ല, ആത്മാവില്ലാതെ സൃഷ്ടിയില്ല. അപ്പോൾ സാരമായുള്ളത് ആത്മാവാണ്. ആത്മാവാണ് സർവ്വത്തിലും നിലകൊള്ളുന്നത്. ആത്മാവിലാണ് സർവ്വതും നിലകൊള്ളുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ആത്മാവാണ് സർവ്വത്തിലും നിലകൊള്ളുന്നത്, ആത്മാവിലാണ് സർവ്വതും നിലകൊള്ളുന്നത്. അതാണ് തിരിച്ചറിയേണ്ടത്. അങ്ങനെ അറിയുവാൻ കഴിയുന്നവരാണ് സത്തുക്കൾ. അതെങ്ങനെയാണ് അറിയാൻ കഴിയുക? ഉന്നതമായ ചിന്തകളിലൂടെ ഉന്നത കർമ്മങ്ങൾ ചെയ്ത് സൽഫലം ആത്മാവിൽ സ്വീകരിച്ച് തത്വചിന്തകരായി തീരുമ്പോഴാണ് ഈ സാരം അറിയാൻ കഴിയുന്നത്. എല്ലാത്തിലും അതുണ്ട്. അതില്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഇപ്പൊ ശുദ്ധമായ ജലം, ശുദ്ധമായ ജ്ഞാനമാണ്. ശുദ്ധമായ കാറ്റ്, ശുദ്ധമായ അനുഭവങ്ങളാണ്. ഇപ്പം ശുദ്ധമായ അനുഭവമുള്ളവരുടെ സാമീപ്യം നമ്മളിൽ ഈ മനഃചാഞ്ചല്യങ്ങളെ ഒഴിവാക്കാൻ വളരെ സഹായമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സജ്ജന സംഗമം തന്നെ മർത്യലോകത്തിൽ ആത്മീയ മാർഗം. സായുജ സാരമല്ലോ ജ്ഞാനം, അതു കേട്ടാൽ ഗ്രഹിക്കുന്നു സജ്ജനങ്ങൾ. ശുദ്ധാത്മാക്കളെ സ്നേഹിക്കുന്ന ദൈവത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മറ്റൊന്നും ഇഷ്ടമോ അനിഷ്ടമോ എന്ന് പറയാൻ പറ്റില്ല. എല്ലാം തൻ്റേതാണ്. എന്നാൽ മനുഷ്യാത്മാക്കൾ ചിന്തിക്കുമ്പോൾ ഇഷ്ടം അനിഷ്ടം എന്ന ഒരു വേർതിരിവ് തീർച്ചയായും ഉണ്ടാകണം. എന്തുകൊണ്ട്? ശുദ്ധമാകാൻ ഉപയോഗിക്കുന്നതെല്ലാം തൻ്റെ ഇഷ്ടമാണ് എന്ന് പറയും. ദുഃഖമുണ്ടാകാൻ കാരണമായതെല്ലാം തൻ്റെ അനിഷ്ടവുമാണ്. അപ്പം അതെങ്ങനെയായിരിക്കും? ശുദ്ധമാകാനും സുഖമാകാനും ഉപയോഗിക്കുന്നത് എന്താണ്? ജ്ഞാനമാണ്, അല്ലേ? ശുദ്ധമായതൊന്നേ ഉള്ളൂ, അത് അറിവാണ്, ജ്ഞാനമാണ്. ദുഃഖമുണ്ടാക്കുന്നതോ അത് അറിവ് കേടാണ്. അപ്പം അറിവ് കേടിനെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. അറിവിനെ യഥേഷ്ടം ഇഷ്ടപ്പെടുന്നു, ധാരാളമായി ഇഷ്ടപ്പെടുന്നു. അപ്പം ആ ഇഷ്ടവും അനിഷ്ടവും തിരിച്ചറിഞ്ഞ് അനിഷ്ടങ്ങൾ ഒഴിവാക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ ചിന്തയുടെ ആദ്യത്തെ പടി ഉയർന്നു തുടങ്ങുകയാണ്. അതൊരു വലിയ തിരിച്ചറിവായിരിക്കും. നിത്യവ്രതം എന്നതാണ് ധാരാസ്ഥിതിയുടെ നിർബന്ധമായ ഒരു കാര്യം, അല്ലേ? അത് അനുഷ്ഠിക്കുന്നതിൻ്റെ തോതനുസരിച്ചാണ് സുഖം, സന്തോഷം, ശാന്തി, ആനന്ദം എന്ന അവസ്ഥയിൽ ഇത് ഓരോരുത്തരിലും അനുഭവമാകുന്നു. സുഖം എന്താണ്? സന്തോഷം എന്താണ്? ശാന്തി എന്താണ്? ആനന്ദം എന്താണ്? ഇത് പരസ്പരം തിരിച്ചറിയുന്ന ഒരറിവ് എത്തുന്നത് പരമാനന്ദത്തിലെത്തുമ്പോൾ മാത്രമാണ്. പരമാനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ്. ആ പരിശുദ്ധ ഹൃദയത്തിലേക്ക് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിത്യവ്രതം അനുഷ്ഠിക്കണം. നമുക്ക് സ്ഥിരമായ ഒരു വ്രതാനുഷ്ഠാനം ദൈവം തന്നിട്ടുണ്ട്. ആത്മബോധോദയ സംഘത്തിൽ അംഗമായി ചേരുമ്പോൾ തന്നെ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം തന്നെ നമുക്കൊരു നിഷ്ഠ, 4 നാൾ ആചാരം, 3 നാൾ വിശുദ്ധവ്രതം എന്ന ഒരു നിയമം നമുക്ക് തരും. ആ നിയമത്തിൽ ജീവിക്കുന്ന നമുക്കാണ് വീണ്ടും ഒരു 21 ദിവസം കൂടെ വ്രതം ആയിട്ട് തരുന്നത്, അല്ലേ? അപ്പം ആ 21ഉം ഈ സ്തുതി നടക്കുന്ന 6 ദിവസം കൂടെ കൂട്ടുമ്പോൾ എത്ര ദിവസമാകും? 27 ദിവസമാകും. സുഖം എന്ന് പറയുന്നത് പല അവസ്ഥയിൽ ലോകത്തിൽ നിലനിൽപ്പുണ്ട്. വളരെ ചൂടുള്ള ഒരു സമയത്ത് ഒരല്പം കുളിർകാറ്റടിച്ചാൽ നമ്മൾ പെട്ടെന്ന് എന്തു പറയും? സുഖം എന്ന് പറയും. ദാഹിച്ച് വലഞ്ഞു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കുടിച്ചിട്ട് നമ്മൾ എന്തു പറയും? ഒരു സുഖം എന്ന് പറയും, അല്ലേ?
ലോകത്തിൽ സുഖം നമുക്ക് അനവധി തരത്തിൽ കണ്ടെത്താനും അനുഭവിക്കാനും കഴിയും. സന്തോഷവും അതിൻ്റെ തൊട്ടടുത്ത വഴിയാണ്. ഇതേ അവസ്ഥയിൽ തന്നെ ഈ സുഖത്തോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് സന്തോഷം. വെള്ളം തരുന്ന ആളിനോട് നമുക്ക് തോന്നുന്ന ഭാവം എന്താണ്? വെറുപ്പാണോ? സന്തോഷമാണ് തോന്നുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിൽ ആ സന്തോഷം എത്തിക്കുവാൻ കാരണമായത് ഈ സുഖമാണ്. സുഖം എത്തിക്കുന്ന വസ്തുക്കളോടൊക്കെ നമുക്ക് തോന്നുന്ന ഭാവമാണ് സന്തോഷം. എല്ലാ വസ്തുക്കളോടും അതേ ഭാവത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന അവസ്ഥ അത് വ്രതമെടുക്കുന്നവർക്കേ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ളവരോട് മാത്രമേ നമുക്ക് സന്തോഷം തോന്നൂ. നമ്മളെ വെറുക്കുന്നവരോടും നമ്മളെ ദ്രോഹിക്കുന്നവരോടും സന്തോഷം നിലനിർത്താൻ കഴിയുന്ന ഒരവസ്ഥ, അതായത് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് ഈ നിത്യവ്രതത്തിൻ്റെ പ്രതിഫലമായിട്ടാണ്. ഈ സുഖവും സന്തോഷവും താൽക്കാലികമായി വരികയും പോവുകയും ചെയ്യുന്നതാണ്. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. അത് സ്ഥിരപ്പെട്ട് നിൽക്കുകയില്ല. അതിനെയും സ്ഥിരപ്പെടുത്താനുള്ള വഴിയാണ് നിത്യവ്രതം. അതിൽ നമ്മൾ സ്ഥിരപ്പെട്ട് വരണം. സ്ഥിരപ്പെട്ട് നിൽക്കുന്നവർക്ക് അടുത്ത വഴിയിലേക്ക് കയറാൻ പറ്റും. ഈ സുഖവും സന്തോഷം ഏകദേശം ഒരുമിച്ച് ഒരേപോലൊക്കെ അനുഭവമാവുകയും പോവുകയും ചെയ്യുന്നതാണ്. അതിനെ സ്ഥിരപ്പെടുത്തണം നിത്യവ്രതം കൊണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാവരോടും സന്തോഷമായി ഇടപെടാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ അറിവിനാൽ അല്ലെങ്കിൽ വ്രതത്താൽ, വ്രതശുദ്ധിയാൽ രൂപാന്തരപ്പെട്ട് കിട്ടുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരു ശാന്തി നമ്മളുടെ അനുഭവമാണ്. എന്നാൽ ഈ വ്രതശുദ്ധിയോടുകൂടി നിന്ന് സുഖവും സന്തോഷവും നിലനിർത്തി പരിശീലിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ആരോടും വൈരാഗ്യമില്ലാത്ത സന്തോഷത്തെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മളിൽ എപ്പോഴും എന്തുണ്ടാകും? ശാന്തിയാണ്. എന്ത് ശാന്തി? ശുഭാനന്ദ ശാന്തി നമ്മൾ കളിയാടുകയാണ്. അങ്ങനെ ശാന്തിയിലെത്തി നമ്മളിങ്ങനെ വസിക്കുമ്പോൾ അശാന്തിയില്ലല്ലോ, ആരോടും വിരോധമില്ലല്ലോ, ആരോടും വിദ്വേഷമില്ലല്ലോ, ആരോടും വെറുപ്പില്ലല്ലോ, ആരോടും വൈരാഗ്യമില്ലല്ലോ, ആരോടും ശത്രുതയില്ലല്ലോ. ശാന്തിയിലിങ്ങനെ നിവസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിൻ്റേതായ ഒരു പവിത്രത നമ്മൾ പോലും അറിയാതെ ഉണ്ടാവുകയാണ്. ശാന്തിയിലെത്തി വസിക്കുന്ന ശാന്തന്മാർ നിരന്തരമായ സൽക്കർമ്മങ്ങൾ ചെയ്ത് നിത്യശാന്തിയും നിത്യാനന്ദവും അനുഭവിക്കുകയാണ്. അതാണ് ഈ നിത്യവ്രതത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. നാമസംഗീ
അതിസുഖമേ എന്നും എളിമയോടും അടിപണിഞ്ഞു നിന്നാൽ അതിസുഖമേ എന്നും. ഗുരുവരന്റെ രൂപം പരമസുഖരൂപം, ഗുരുവരന്റെ ഗുരുവരന്റെ രൂപം പരമസുഖരൂപം. പകർന്നു നൽകും ജ്ഞാനം പരമസുഖരൂപം. ഗുരുവരന്റെ രൂപം പരമസുഖരൂപം. പകർന്നു നൽകും ജ്ഞാനം പരമസുഖം നൽകും. അടിപണിഞ്ഞു നിന്നു ജ്ഞാനം ഗ്രഹിക്കുമ്പോൾ പരമസുഖം നിന്നിൽ കവിഞ്ഞൊഴുകിടുന്നു. ആനന്ദമാം യാത്ര ആനന്ദമാം വാഴ്ച, ആനന്ദമാം യാത്ര ആനന്ദമാം വാഴ്ച. ഗുരുവരന്റെ കൂടെ ആനന്ദമാം വാഴ്ച. ആനന്ദമാം യാത്ര ആനന്ദമാം വാഴ്ച. ഗുരുവരന്റെ കൂടെ ആനന്ദമാം വാഴ്ച. ആർത്തിയോടെ കാത്തിരുന്നു സ്തുതിക്കുന്നു സർവശക്ത. ആർത്തിയോടെ ആർത്തിയോടെ കാത്തിരുന്നു സ്തുതിക്കുന്നു സർവശക്ത. ആർത്തിയോടെ ആർത്തി തീർത്തു ആനന്ദത്തെ ചൊരിയണമേ. ആർത്തിയുള്ള ഭക്തർക്കുള്ളിൽ ആനന്ദത്തെ ദാനം ചെയ്യുവാൻ. ആർത്തിയുള്ള ഭക്തർക്കുള്ളിൽ ആർത്തിയുള്ള ഭക്തർക്കുള്ളിൽ ആനന്ദത്തെ ദാനം ചെയ്യുവാൻ. ആർത്തിയുള്ള ആത്മനാഥൻ കരുണയാൽ എഴുന്നള്ളുന്നു. ആനന്ദത്തെ സ്വാധീനമായി വരുവതിനുള്ള ജ്ഞാനം. ആനന്ദത്തെ ആനന്ദത്തെ സ്വാധീനമായി വരുവതിനുള്ള ജ്ഞാനം. ആനന്ദത്തെ ആത്മനാഥൻ കരുണയാൽ ദാനം ചെയ്യുന്നു. ആത്മനാഥൻ കരുണയാൽ ആനന്ദമനുഭവിപ്പാൻ തടസ്സമായി നിൽക്കുന്നൊരു ആനന്ദമനുഭവിപ്പാൻ ആനന്ദമനുഭവിപ്പാൻ തടസ്സമായി നിൽക്കുന്നൊരു ആനന്ദമനുഭവിപ്പാൻ ദോഷങ്ങളെ പാടെ മാറ്റി അനുഗ്രഹിക്കും. സർവദോഷ
സർവദോഷശാന്തി നൽകി സർവഗുണം ദാനം ചെയ്തു. സർവദോഷശാന്തി നൽകി സർവദോഷശാന്തി നൽകി സർവഗുണം ദാനം ചെയ്തു. ആത്മാക്കളിൽ ആനന്ദിക്കും ശുഭാനന്ദമേ. ആത്മാക്കളിൽ കാണുന്നു കേൾക്കുന്നു കർമ്മങ്ങൾ ചെയ്തിടുന്നു. കാതലായുള്ള വസ്തു എന്നിൽ വസിച്ചിരുന്നു. കാണുന്നു കേൾക്കുന്നു കർമ്മങ്ങൾ ചെയ്തിടുന്നു. കാതലായുള്ള വസ്തു എന്നിൽ വസിച്ചിടുന്നു. കാതലായുള്ള വസ്തു കായമൂവേലി തന്നെ. കാതലായുള്ള വസ്തു കായമൂവേലി തന്നെ. കാതലായുള്ള വസ്തു കായമൂവേലി തന്നെ. കാര്യവും കാരണവും തന്നിൽ നിന്നുണ്ടായത്. കാതലായുള്ള വസ്തു കായമൂവേലി തന്നെ. കാര്യവും കാരണവും തന്നിൽ നിന്നുണ്ടായത്. ഈ കർമ്മലോകത്തിൽ നീ ജീവിച്ചു കർമ്മിക്കുമ്പോൾ. ഈ കർമ്മലോകത്തിൽ നീ ജീവിച്ചു കർമ്മിക്കുമ്പോൾ. കർമ്മകായത്തിനുള്ളിൽ വാഴും ജഗത് സ്വരൂപം. ഈ കർമ്മലോകത്തിൽ നീ ജീവിച്ചു കർമ്മിക്കുമ്പോൾ. കർമ്മകായത്തിനുള്ളിൽ വാഴും ജഗത് സ്വരൂപം. കാണേണ്ട കാഴ്ച നീ കണ്ടറിഞ്ഞനുഭവിച്ചാൽ. കാണേണ്ട കാഴ്ച നീ കണ്ടറിഞ്ഞനുഭവിച്ചാൽ. കാണേണ്ട
തന്നെ. അവിടെ അണഞ്ഞാൽ അനുദിനമെന്നിൽ ആനന്ദം തന്നെ. കഴിഞ്ഞ ഉത്രാടം ജന്മനക്ഷത്രത്തിന് 2 ദിവസം മുമ്പ് മുതൽ ഇവിടെ ജനക്കൂട്ടവും അതുപോലെയുള്ള കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ എത്രയോ ദിവസങ്ങളായി നമ്മുടെ സന്താനങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ആഘോഷിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉത്രാടം ജന്മനക്ഷത്രം കഴിഞ്ഞ് വളരെ വിദൂരങ്ങളിലുള്ളവർ തിരികെ പോയില്ല. അടുത്തുള്ളവരും പലരും പോയില്ല. കാരണം താരാസ്തുതി കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാണ് വന്നത്. ആ തീരുമാനപ്രകാരം ഇവിടെ നിന്ന് താരാസ്തുതിയിൽ ബന്ധിച്ച് ദേഹവും ലോകവും മറക്കുന്ന പരമാനന്ദത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോ പലർക്കും വീട്ടിലേക്ക് പോകണമെന്ന് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം മുതലേ കണ്ണുനീരും കരച്ചിലും ഒക്കെ തുടങ്ങി. പലരും പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്, എന്തിനാ പോകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. എന്താ കാരണം? പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ. അവിടെ അണഞ്ഞാൽ അനുദിനമെന്നിൽ ആനന്ദം തന്നെ. അതിമധുരം തന്നെ അതിമധുരം ഗുരുവിൻ പാദങ്ങൾ. അതിമധുരം തന്നെ അതിമധുരം ഗുരുവിൻ പാദങ്ങൾ. അനുദിനമണയാൻ അനുവാദത്തെ നൽകിയിടേണമേ. ലോകത്തിൽ എങ്ങൊന്നും ലഭിക്കാത്ത ഒരു പരമസുഖം ആ തൃപ്പാദത്തിൽ നിന്ന് അനുഭവമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് വിട്ടുപിരിയാൻ കഴിയാത്ത ഒരവസ്ഥ ഓരോ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത്. എന്നാൽ ലോകവശാലുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിലേക്ക് നിർബന്ധിതമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് പലരെയും ചെയ്യുന്നത്. ചില ആളുകൾ വീട്ടിലുള്ളവർ വഴക്ക് പറയുമല്ലോ എന്ന് വിചാരിച്ചു പോകും. സ്വമനസാലെ ചിന്തിക്കും, നാളെ ജീവിതത്തിന് ആവശ്യമുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടത് ഞാൻ തന്നെ കണ്ടെത്തണമല്ലോ എന്ന് നിർബന്ധിതമായി പോകും. ആ വിധത്തിലൊന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ സ്വമനസാലെ പോകുന്നവരുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ ലോക കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പല വിധത്തിൽ അങ്ങനെ വിട്ടുപിരിഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ മനസ്സോടുകൂടി പോകുന്നവർ വളരെ കുറവാണ്. അതിനെല്ലാം കാരണം എന്താണ്? ഈ പരമാനന്ദം അങ്ങനെ എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ പരമാനന്ദം എന്തുകൊണ്ടാണ് അനുഭവമാകുന്നത്? ആ പരമാനന്ദ സമ്പൂർണനാകുന്ന പരമഗുരു പ്രത്യക്ഷമായി ലോകത്തിൽ വാഴുന്നത് കൊണ്ടാണ്. ആ പ്രത്യക്ഷ വാഴ്ചയെ ഉള്ളും പുറവുമായി അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ, അതായത് ലോകത്തിന്റെ ഏത് കോണുകളിലേക്ക് നിങ്ങൾ പോയാലും അവിടെ നിന്നുകൊണ്ട് ആ സുഖം അനുഭവിക്കത്തക്ക വിധം നിങ്ങളെ പരിശീലിപ്പിക്കുവാനാണ് ഈ മഹായജ്ഞം വെച്ചിരിക്കുന്നത്. ഈ 5 ദിവസം ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ഈ പരമസുഖം ഇത് നഷ്ടപ്പെടുത്താതെ ജീവിക്കണമെന്നൊരു താല്പര്യം നിങ്ങളിൽ ഉണ്ടായാൽ
നിങ്ങളുടെ ജീവിത സ്വഭാവങ്ങളൊക്കെ അങ്ങ് മാറ്റപ്പെടുകയാണ്. കള്ളം പറയുകയോ മറ്റൊരാളിനോട് വിരോധിക്കുകയോ വഞ്ചന ചെയ്യുകയോ ആ വിധത്തിലുള്ള യാതൊരു ദുഷ്കർമ്മങ്ങളിലേക്കും പോകാതെ മനസ്സിനെ അങ്ങനെ ബലമായി പിടിച്ചു വെച്ച് സത്യത്തിൽ കൂടി മാത്രം ജീവിക്കുവാൻ അങ്ങനെ ആരംഭിക്കും. അപ്പോൾ ഈ ആനന്ദം നഷ്ടമാകാതെ സൂക്ഷിച്ചു പോകാൻ പറ്റും. അപ്പോ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ്? പരമഗുരു അനുവദിച്ചു തന്ന പാതയിലൂടെ ജീവിക്കുവാനുള്ള ബലമാണ് ലഭിക്കുന്നത്. ആ ബലമാണ് നിങ്ങളെ മോക്ഷത്തിൽ എത്തിക്കുന്നത്. ആ ബലം കുറഞ്ഞു പോയാൽ മോക്ഷത്തിൽ എത്തുകയില്ല. ഇടയ്ക്ക് വെച്ച് തളർന്ന് വീണു പോകും. ആ ബലം ഉണ്ടാകണമെങ്കിൽ ഈ സത്യമാർഗത്തിൽ കൂടി നമ്മൾ ജീവിതം ചെയ്യണം. ആ ജീവിതം ചെയ്യണമെങ്കിൽ പരമാനന്ദത്തെ നമ്മൾ ലക്ഷ്യീകരിക്കണം. ആ പരമാനന്ദം നിങ്ങൾക്ക് കുറേശ്ശെ അനുഭവമാക്കി നിങ്ങളിൽ ആ ലക്ഷ്യബോധം വരുത്താനാണ് ഈ ആനന്ദം നിങ്ങൾക്ക് തരുന്നത്. അപ്പോ ആത്മബോധോദയ സംഘ നിയമങ്ങളെല്ലാം ആനന്ദത്തിന് വേണ്ടിയുള്ളതാണ്. ആ ആനന്ദം, ആ പരമഗുരു അനുവദിച്ചു തരുന്ന ഈ പരമാനന്ദം കുറവുകൂടാതെ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ഓരോരുത്തരും ഈ നിയമത്തെ കർശനമായി പരിപാലിക്കണം. എനിക്കെല്ലാം വേണം, പക്ഷേ ഞാൻ നിയമം പാലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആനന്ദം ലഭിക്കില്ല. ഇപ്പൊ തന്നെ ഈ താരാസ്തുതിയിൽ ബന്ധിച്ചിരിക്കുന്നവർക്ക് കർശനമായി നിയമം പാലിച്ചുകൊണ്ട് വന്നവർക്ക് അതിൻ്റെതായ സുഖമാണ് കിട്ടുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പിഴവുകളൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നു പോയിട്ടുള്ളവർക്ക് അതിൻ്റെതായ കുറവ് സംഭവിക്കും. ദൈവം അറിയിച്ച അറിവാണ് ഞാൻ അനുസരിക്കുന്നത്. ദൈവം നടത്തുന്ന മഹായജ്ഞത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഈ ഒരു ഭയചിന്തയോടുകൂടി ഇതിനെ പരിപാലിച്ചിട്ടുള്ളവർക്കെല്ലാം പരമാനന്ദം ലഭിച്ചു. ആ ആനന്ദത്തിൽ നിന്നാണ് താരാസ്തുതി സ്ഥാപിച്ചത്. ആനന്ദത്തിലാണ് എന്നും നടത്തുന്നത്. ആനന്ദമാണ് എന്നും കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ആനന്ദമേ പരമാനന്ദമേ താരാസ്തുതികളാൽ ആനന്ദമേ. ഇപ്രാവശ്യത്തെ താരാസ്തുതി വളരെ പ്രത്യേകതയോടുകൂടിയാണ് ഭഗവാൻ നടത്തിയത്. അതിന് ഉത്തമമായ സാക്ഷികൾ ഇതിൽ പങ്കെടുത്തവർ തന്നെയാണ്. അങ്ങനെ പ്രത്യേകമായ അനുഭവത്തോടുകൂടിയും അറിവോടുകൂടിയും ആനന്ദത്തോടുകൂടി ഇത് നടത്തപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ സമ്മതിക്കുന്നവർ, അനുഭവമുള്ളവർ ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കും. നിത്യവ്രതവുമായി വന്നു ചേർന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ ആനന്ദമേ.
ദിവസം നിന്റെ പ്രാരംഭത്തിന്റെ തലേദിവസം തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ വിവിധ സമയങ്ങളിലായി ഞാൻ ആശ്രമത്തിൽ പ്രവേശിച്ചു. വിവിധ സമയങ്ങളിലായി മഹാശക്തി ആശ്രമത്തിലേക്ക് എഴുന്നള്ളി പലവിധ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിച്ചു. പലവിധ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇതെല്ലാം ഈ നിയമപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനവും അറിവും നിങ്ങൾക്ക് തരുന്നതിനുള്ള വാക്കുകളായിരുന്നു എന്ന് സമ്മതിക്കുന്നവരെന്ന് കൈയുയർത്തിക്കുണ്ടാക്കും. ഇത് നിങ്ങൾ നഷ്ടമാക്കാതെ സൂക്ഷിക്കുക. അറിയിച്ച അറിവിൽ കൂടി നിങ്ങൾ ജീവിതം ചെയ്താൽ നിങ്ങൾ ആനന്ദത്തിൽ എത്തുമെന്നും ആ ആനന്ദത്തോടുകൂടി ജീവിതം ചെയ്യുമ്പോൾ ലോകത്തിൽ വേണ്ടതെല്ലാം നിങ്ങൾക്ക് ഒരുങ്ങി വരുമെന്നും അതിന് ഞാൻ തന്നെയാണ് സാക്ഷിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ധാരാസ്തുതിയിൽ നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ആ വിധത്തിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ലോകജീവിതം ചെയ്യുവാൻ മഹാശക്തി നിങ്ങളിൽ പ്രത്യക്ഷമായി വാഴുമാറാണ്. അന്ധകാരം പേറിക്കൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് ജീവിതം ചെയ്താൽ നിങ്ങൾക്കും പ്രയോജനമില്ല, സമൂഹത്തിനും പ്രയോജനമില്ല, രാജ്യത്തിനും പ്രയോജനമില്ലാതായി പോകും. എന്നാൽ നിങ്ങളിൽ ആനന്ദം കരസ്ഥമാക്കിക്കൊണ്ട് നിങ്ങൾ ലോകജീവിതം ചെയ്താൽ നിങ്ങൾക്കും പ്രയോജനമാണ്, നിങ്ങളുടെ ഭവനങ്ങൾക്ക് പ്രയോജനമാണ്, സമൂഹത്തിന് പ്രയോജനമാണ്, രാജ്യങ്ങൾക്ക് പ്രയോജനമാണ്. നിങ്ങൾ എവിടെയെല്ലാം പോയി സഹകരിക്കുന്നു അവിടെയെല്ലാം ആനന്ദത്തെ നിങ്ങൾക്ക് പ്രസരണം ചെയ്യുവാൻ കഴിയും. എന്നാൽ അന്ധകാരം പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾ പോയാൽ വിഷവസ്തുക്കളെ പോലെ ആയിരിക്കും. നമുക്ക് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാനുള്ളത് അന്ധകാരമല്ല, ആനന്ദമാണ്. ആ ആനന്ദത്തെ പ്രകാശിപ്പിക്കുമ്പോഴാണ് നാമസങ്കീർത്തനമായി മാറുന്നത്. അങ്ങനെ നാമസങ്കീർത്തനമാക്കി തീർക്കുവാനാണ് നാമസങ്കീർത്തനധാരിയായി ജഗദീശ്വരൻ ലോകത്തിൽ വന്ന് ഉദയമായി വാഴുന്നത്. ആ നാമസങ്കീർത്തനമായി നാരിയിൽ ജനിച്ച ഗുരു നാരായണ രൂപനെ നാമം ധരിച്ച ദേവാ. സർവാത്മാക്കളെയും സമ്പൂർണതയിൽ എത്തിക്കുവാൻ അവതാരമായി വന്ന ഗുരുവിന്റെ ശിഷ്യരായി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങളെല്ലാം. ആ മഹത്വമാണ് ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കലും അത് മറന്നു പോകരുത്. മറക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സത്യത്തിൽ കൂടി നിയമം പാലിച്ചുകൊണ്ട് ജീവിതം ചെയ്യണം. അല്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് കെട്ടിച്ചമച്ച് ശീലക്കേടുകളിലൂടെ മുന്നോട്ട് പോയാൽ അത് നിലനിൽക്കുകയില്ല. വലിയ വലിയ കഥകളൊക്കെ നമുക്ക് മെനഞ്ഞെടുക്കാൻ പറ്റും. വലിയ വലിയ സംവിധാനങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ഉണ്ട്. അതിൽ സ്വയം കഥാപാത്രങ്ങളാകാനും മറ്റുള്ളവരെ കഥാപാത്രങ്ങളാക്കാനും ഒക്കെ കഴിവുള്ളവരുണ്ട്. അതുകൊണ്ടൊന്നും ഈശ്വര മുമ്പാകെ യാതൊരു വിലയും ഉണ്ടാവുകയില്ല. സത്യം പാലിച്ച് ജീവിക്കുന്നവരിൽ നിത്യം ജഗദീശൻ വാസം ചെയ്യും. അതുകൊണ്ട് സത്യധർമാദികൾക്കൊത്ത വ്യവസ്ഥയിൽ നിത്യവും ജീവിതം ചെയ്യുവാൻ തയ്യാറാകുക മർത്യജന്മങ്ങൾ. ആ തയ്യാറോടുകൂടി ജീവിക്കുന്നവർക്കെല്ലാം ആനന്ദം ലഭിക്കുന്നതാണ്. ഈ ഇന്നേ ദിവസം 1201 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി ഇതാ പുതിയ വർഷം ആരംഭിക്കുകയാണ്. നമുക്ക് ആത്മബോധോദയ സംഘാംഗങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഈ 5 ദിവസം നടന്ന മഹായജ്ഞത്തിന്റെ പ്രതിഫലമായി ലഭിക്കുന്നതിന്റെ സമർപ്പണത്തിൽ ലഭിക്കുന്ന ആനന്ദം. അതാണ് ഇന്ന് ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് കൈനീട്ടമായി ലഭിക്കാൻ പോകുന്നത്. ഇത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഭാഗ്യമായി നിങ്ങൾ കണക്കാക്കണം. ഇത് നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും ഐശ്വര്യമായി വരുവാനിടയാകട്ടെ. ആനന്ദ നിർഭരമായ
ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചിങ്ങമാസത്തിൽ അതിപ്രധാനമായ ഒരു നിയമം കൂടി ജഗദീശൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? ഉത്രാട പൂജ. പണ്ട് ചിങ്ങമാസത്തിൽ ഉത്രാടത്തിന്റെ അന്ന് പലവിധ പൂജകൾ നടത്താറുണ്ടായിരുന്നു. അതിനുപയോഗിക്കുന്നതൊക്കെ നമ്മൾ നിഷിദ്ധമായി കാണുന്ന വസ്തുക്കളായിരുന്നു. അന്ന് അത് നിഷിദ്ധമാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ കള്ളും കഞ്ചാവും കോഴിയൊക്കെ വെച്ച് പൂജിച്ചിരുന്ന സ്ഥാനത്ത് അതെല്ലാം മാറ്റി ദുരാചാരങ്ങളെ മാറ്റി സദാചാരങ്ങളെ കൊണ്ടുവരുവാൻ സത്യം സനാതനം ധർമ്മം സദാചാരം എന്ന് ഉത്ബോധിപ്പിച്ച ജഗദീശ്വരൻ ഇതാ ഉന്നതമായൊരു പൂജയെ ദാനം ചെയ്തു. ഗുരുപൂജയല്ലാതെ ഒരു പൂജയെന്നില്ല. പിതൃപൂജ മാറ്റി ഗുരുപൂജ സ്ഥാപിച്ചു. ദുരാചാരങ്ങളെ മാറ്റി സദാചാരം സ്ഥാപിച്ചു. എന്തിനു വേണ്ടി? ആത്മശുദ്ധി വരുത്തി ആത്മരക്ഷ നൽകി ആത്മാനന്ദം അനുഭവമാക്കുവാൻ. അങ്ങനെ ആത്മാനന്ദം അനുഭവിക്കുവാൻ ആർത്തിയോടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സത്യം കേട്ട സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് ഒരു ചെറിയ പുസ്തകം ഏൽപ്പിച്ചു. എന്താണ് അതിന്റെ പേര്? നിയമങ്ങളും ആരാധനാക്രമങ്ങളും. നമ്മൾ നിലനിന്നിരുന്ന എല്ലാ ദുരാചാരങ്ങളെയും മാറ്റി ഉന്നതമായ ആനന്ദത്തിൽ എത്തിക്കുവാൻ വേണ്ടി ദൈവശക്തി തീരുമാനം ചെയ്താണ് നമുക്ക് ഈ നിയമങ്ങളെല്ലാം തന്നിരിക്കുന്നത്. അതിനെ പാലിക്കുവാൻ വേണ്ടി കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. എല്ലാം ഓർത്തിരിക്കുകയില്ലല്ലോ. സത്യം കേൾക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാം പറയും. പക്ഷെ അത് പലതും സാന്ദർഭികമായി മറന്നുപോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ആ നിയമങ്ങളും ആരാധനാക്രമങ്ങളും
എന്നൊരു പുസ്തകം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിയമങ്ങളും ആരാധനാക്രമങ്ങളും എന്നൊരു പുസ്തകം നമുക്ക് തന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന നിയമപ്രകാരം ഉത്രാട പൂജ എന്നൊരു ഹെഡിങ്ങോടുകൂടി ആ നിയമം പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അത് അതിൽ പറയുന്ന പ്രകാരം നിങ്ങൾ പൂജാമുറിയിൽ അതെല്ലാം ഒരുക്കി വെച്ച് പ്രാർത്ഥിക്കണം. അതിന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ്? കഴിഞ്ഞ ഉത്രാടം മുതൽ ഈ ഉത്രാടം വരെയും ഏഴകളെ കരുതി സൂക്ഷിച്ച പരിശുദ്ധനുമായ ദൈവമേ, അന്നവസ്ത്രാദികൾ മുട്ടാതെ തന്നു രക്ഷിച്ച പരിശുദ്ധമുള്ള ദൈവമേ, ഈ ഉത്രാടം മുതൽ അടുത്ത ഉത്രാടം വരെയും ഏഴകളെ കരുതി കാത്തു രക്ഷിക്കണമേ. ഇതാണ് അതിന്റെ പ്രധാന പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടുകൂടി ഒരുക്കങ്ങൾ വെച്ച് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുമ്പോ ആ ജഗദീശ്വരൻ ദൂതന്മാരോടുകൂടി അവിടെ വന്ന് ആ ഉന്നതമായ ദർശനങ്ങളും അനുഗ്രഹങ്ങളും ദാനം ചെയ്യും. എന്തിനു വേണ്ടി? പട്ടിണി മാറ്റാൻ, ആ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിപ്പിക്കാൻ. അങ്ങനെ ഇത് പാസാക്കി നടപ്പാക്കിയ കാലം മുതൽ ഇതിനെ പാലിച്ചു വരുന്ന സർവ്വസന്താനങ്ങൾക്കും ഉന്നതമായ മഹാഭാഗ്യം ഈ നിയമപാലനത്തിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് ആ അനുഭവമുള്ളവരൊന്ന് കൈയുയർത്തിക്കണ്ടാകും. അതുകൊണ്ട് ഇപ്രാവശ്യവും കൃത്യമായിട്ട് അത് അനുഷ്ഠിക്കുക. മഹാശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ എഴുന്നള്ളി നിങ്ങളെ ദർശിക്കുമാറാകട്ടെ. അതുപോലെ നടക്കാനിരിക്കുന്ന ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം ഡേറ്റ് അനുസരിച്ച് പറഞ്ഞിരുന്നു. നാളെ എറണാകുളം ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 1-ാം തീയതി സെപ്റ്റംബർ 1-ാം തീയതി കോട്ടയം ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. സെപ്റ്റംബർ 15-ാം തീയതി ഓതറ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അത് കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ ഡൽഹിയിലെയും പടയണിപ്പാറയിലെയും വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പോകുവാൻ സൗകര്യമുള്ളവരെല്ലാം പോയി പങ്കെടുക്കുകയും വൻപിച്ച വിജയമാക്കി തീർക്കുകയും ചെയ്യണം. ഇപ്രാവശ്യത്തെ നമ്മുടെ ധാരാസ്തുതിയിൽ വളരെ വിദൂരത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ സന്താനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അവരിൽ പലർക്കും വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വൈകിപ്പോയാൽ ഭവനങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള സ്വദേശത്തുള്ളവരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ മണിയടിച്ച് പ്രദക്ഷിണവും മറ്റു കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചത്. അതുകൊണ്ട് നമുക്ക് ഗുരുദക്ഷിണ അർപ്പിച്ച് ഉന്നതമായ സമാപനത്തിലേക്ക് കടക്കാം. ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യവും അനുഗ്രഹവും ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ഏവർക്കും ലഭിക്കുമാറാകട്ടെ. സർവശക്തി കാരുണ്യത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ സമർപ്പണം നിങ്ങൾക്ക് ദൈവീക അനുഭവമായി തീരുമാറാകട്ടെ. നമുക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗോപുരം അതിന്റെ എല്ലാ ഉന്നത്യങ്ങളോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. അതിലേക്കായി നിയോഗിച്ചിരിക്കുന്ന ഒരു ഉന്നത ജന്മം എപ്പോഴും അതിനെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് എല്ലാ വിധത്തിലും ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടാകുവാനും ആയുരാരോഗ്യത്തോടുകൂടി കാണപ്പെടുവാനും ജഗദീശ്വരന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. എല്ലാ കർമ്മങ്ങൾക്കും ഉൾക്കർമ്മിയായി ജഗദീശ്വരൻ വാഴുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് ഗുരുദക്ഷിണ അർപ്പിച്ച് ആ സമാപന ചടങ്ങിലേക്ക് കടക്കാം. ജഗദീശ്വരൻ എല്ലാവരെയും ദർശിക്കുമാറാകട്ടെ. ദേവലോക തുല്യമായ ദേവാലയം ഉന്നതമായി നടത്തപ്പെട്ട മഹാതാരാസ്തുതി മഹായജ്ഞത്തിൻ്റെ സമാപന കർമ്മമാണിപ്പോൾ നടക്കാൻ പോകുന്നത്. ഉന്നതനാകുന്ന ദൈവവും
ദൈവസന്താനങ്ങളും ഏകോപിച്ച് ആനന്ദമനുഭവിച്ച, ആനന്ദമാടിയ ഉന്നതമായ താരാസ്തുതി. എല്ലാ പ്രകാരത്തിലും ആനന്ദം നിറച്ച് 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 ആത്മലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് ഓരോ യാമങ്ങളും നടത്തിത്തന്ന മഹാശക്തിയെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ലോകത്തിൽ പല വിധത്തിലുള്ള രോഗങ്ങളും ദുഃഖങ്ങളും പകർച്ചവ്യാധികളും എല്ലാം ഇപ്പോൾ നിലവിലുണ്ട്. കർക്കിടക മാസം അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടും കൂടി തന്നെ താണ്ഡവമാടിയ ഒരു മാസമായിരുന്നു കഴിഞ്ഞത്. എല്ലാവിധത്തിലുള്ള രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വെള്ളപ്പൊക്കവും എന്ന് വേണ്ട ഒരുപാട് സങ്കടങ്ങൾ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മാസം കടന്നുപോയത്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല, ഞങ്ങളുടെ ഗുരുവിൻ്റെ കർമ്മമാണ് വലുത് എന്ന ഏകചിന്തയോടുകൂടി ഈ കർക്കിടക മാസത്തിൽ നടത്തപ്പെട്ട ഉത്രാടം ജന്മനക്ഷത്രത്തിനും അതുപോലെ നടത്തപ്പെട്ട ആരാധനകളിലും ഈ ശരീരപ്രകാരമുള്ള മാതാവിൻ്റെ, നിങ്ങളുടെ എല്ലാവരുടെയും മാതാവായി നിങ്ങൾ സ്വീകരിച്ച മാതാവിൻ്റെ ആത്മശാന്തി പ്രാർത്ഥനയ്ക്കും ആ നിലവിളക്ക് സമർപ്പണത്തിനും അത് കഴിഞ്ഞ് ഈ നടന്ന ധാരാസ്തുതിക്കും എല്ലാം ഇത്രത്തോളം ബഹുജനങ്ങൾ വന്നു ചേർന്നത് ഗുരുവിനോടുള്ള സ്നേഹവും ബന്ധവുമാണെന്ന് ഞാൻ കണ്ടറിയുന്നു. ഇത് നിങ്ങളിൽ നിലനിൽക്കുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവചരാചരങ്ങളുടെ ഉടമസ്ഥനാകുന്ന ദൈവം ഈ ലോകത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച ഈ സ്വർഗീയ വ്യവസ്ഥ ഇത് ലോകത്തിൽ മറ്റാരാലും നടത്താൻ കഴിയുകയില്ല എന്ന് അനേകം സന്ദർഭങ്ങളിലൂടെ ബോധ്യമായിട്ടുള്ള ഒരു പരമസത്യമാണ്. അപ്രകാരം ദൈവശക്തി നേരിട്ട് നിന്ന് തൻ്റെ സന്താനങ്ങളിലേക്ക് ആ നിഷ്കളങ്കജ്ഞാനത്തെ ഉപദേശിച്ച് നിർമ്മലമാക്കിക്കൊണ്ട് ആനന്ദമാടിയ മഹായജ്ഞമാണ് നമ്മൾ സമാപിപ്പിക്കാൻ പോകുന്നത്. വിട്ടുപിരിയാൻ കഴിയാത്ത നിലയിൽ കണ്ണുനീരോടുകൂടിയാണ് താരാസ്തുതിയിൽ ബന്ധപ്പെട്ടിരുന്ന എല്ലാവരും നിൽക്കുന്നത്. അതെനിക്കറിയാം നല്ലതുപോലെ. എങ്കിലും ബാഹ്യാവസ്ഥയിൽ ഇതിൻ്റെ സമർപ്പണം അത്യാവശ്യമാണ്. സൂക്ഷ്മാവസ്ഥയിൽ വളരെ കൃത്യതയോടുകൂടി ഇതെല്ലാം എൻ്റെ ദൂതന്മാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹൃദയപരിശുദ്ധിയോടുകൂടി നിൽക്കുന്നവർക്ക് അത് കേൾക്കുവാനിടയാകും. വിവിധ വാദ്യമേളങ്ങളും ശംഖുനാദവും മണിനാദവും ഓങ്കാരധ്വനിയും എല്ലാം അവരിങ്ങനെ നിർവഹിച്ചുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നിരന്നു നിൽക്കുന്ന ദൂതന്മാരെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് തുണയായി നിൽക്കുന്ന ദൂതന്മാരെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. സുവർണരഥങ്ങളിൽ എഴുന്നള്ളത്തുണ്ട്, സുവർണരഥങ്ങളിൽ എഴുന്നള്ളത്തുണ്ട്. ദുഃഖാവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും പലരും അതെല്ലാം മാറ്റിവെച്ച് താരാസ്തുതി വന്നു. അവരെ എല്ലാം കരുതിയതും സൂക്ഷിച്ചതും എൻ്റെ ദൂതന്മാരാണ്. അവരെ നിയമപ്രകാരം നിലനിർത്തിയിരിക്കുന്നതാണ്. നിയമം പാലിച്ച് ജീവിക്കുന്ന ആരെയും സൂക്ഷിക്കാനും രക്ഷിക്കാനും എക്കാലവും എൻ്റെ ദൂതന്മാരുണ്ടാകും. അവരെ നിങ്ങൾ സ്തുതിച്ചു കൊള്ളുക. നിയമപ്രകാരം ജീവിക്കുന്നവരെ രക്ഷിക്കുവാൻ എന്നും അവർ ഈ ലോകത്തിൽ ഉണ്ടാകും. നിങ്ങൾക്ക് കാവലായി അവരെന്നും ഉണ്ടാകും. എന്നുവരെ അവതാരവാഴ്ച ലോകാന്ത്യം വരെ ലോകത്തിൽ ഉള്ളതുകൊണ്ട് ലോകാന്ത്യം വരെ എൻ്റെ ദൂതന്മാരും എന്നോടുകൂടി ഉണ്ടാകും. അവരുടെ ഒക്കെയും ഇരിപ്പിടമായ നിലനിരകളായി എൻ്റെ ദൂതന്മാരും ദേവീദേവന്മാരും വസിക്കുന്ന ഒരു മഹാദേവാലയമാണ് നമ്മുടെ മഹാഗോപുരമായി ഇപ്പോൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ സ്ഥാനങ്ങൾ അവിടെ നിശ്ചയിച്ച് നിലനിർത്തി കൊടുക്കുന്ന ഒരു പ്രത്യേക ചടങ്ങ് കൂടിയാണ് നമ്മുടെ മഹാഗോപുര നിർമ്മാണം. ഏറ്റവും വേഗം
അത് പൂർത്തീകരിച്ച് കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. അതിനാകുന്ന ദൈവത്തിൻ്റെ ഈ പ്രകാരമുള്ള മഹാനിശ്ചയങ്ങൾ ഇനിയും അനേകം ഈ പ്രകൃതിയിൽ നാദബ്രഹ്മമായി നിലകൊള്ളുകയാണ്. അത് ശക്തിബ്രഹ്മമായും അത് കർമ്മരൂപമായും ഒക്കെ ലോകത്തിലേക്ക് അവതരിപ്പിക്കപ്പെടണമെങ്കിൽ അതിന് യോഗ്യതയുള്ള ജന്മങ്ങൾ ലോകത്തിൽ വന്നെങ്കിലേ മതിയാവൂ. അതിന് എൻ്റെ ദേവീദേവന്മാർ പലയിടങ്ങളിലായി ജന്മമെടുത്തിട്ടുണ്ട്. അവരൊക്കെ എത്രയും വേഗം ഇവിടെ ആഗതരാകുവാൻ തക്ക വിധത്തിൽ അവർക്കുള്ള തടസ്സം എന്താണോ, അവർക്കുള്ള മുടക്കം എന്താണോ, അതെല്ലാം മാറി എത്രയും വേഗം അവരെല്ലാം ഇവിടെ എത്തിച്ചേരുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ കർമ്മങ്ങൾ ഏറ്റെടുത്ത് ധീരം നിഷ്കളങ്ക ഭക്തിയോടുകൂടി നിന്ന് പ്രവർത്തിക്കുവാൻ തക്ക വിധത്തിൽ ദൈവം അവരെല്ലാം ഇവിടെ നിയോഗിക്കുമാറാകട്ടെ. ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഭക്തപരമ്പരകളെയും സന്യാസ പരമ്പരകളെയും മഹാശക്തി എക്കാലവും കരുതി രക്ഷിക്കുമാറാകട്ടെ. അതിനാകുന്ന ദൈവത്തിൻ്റെ ഇപ്രകാരമുള്ള മഹാഗോപുര നിർമ്മാണത്തിന് ആ വിധത്തിലൊരു അത്ഭുത ജന്മത്തെ ഈശ്വരൻ സ്വീകരിച്ചിവിടെ നിലനിർത്തിയിരിക്കുകയാണ്. ആത്മദീപം എന്ന് നാമകരണം ചെയ്ത് ഞാനിവിടെ നിലനിർത്തിയിരിക്കുന്നു. ആയുരാരോഗ്യത്തോടുകൂടി കാണുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. ഉന്നതമായ ഉത്രാട പൂജ ഒരുക്കി ഈശ്വരനെ സ്വീകരിക്കുന്ന കാര്യം ഞങ്ങൾ ഓർപ്പിച്ചു. അതിൻ പ്രകാരം ഒരുക്കി നിങ്ങൾ എന്നെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ദർശനം അനുഭവമാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാണ്. ആ ദർശനവും സ്പർശനവും അനുഭവമാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭവനങ്ങളെയും ഐശ്വര്യപൂർണമാക്കുമാറാകട്ടെ. എല്ലാ ഹൃദയങ്ങളെയും സമ്പൽ സമൃദ്ധമാക്കുമാറാകട്ടെ. എല്ലാ ഹൃദയത്തെയും ആനന്ദിപ്പിക്കുമാറാകട്ടെ. ദൈവശക്തി ഇപ്രകാരം ലോകത്തിൽ സ്ഥാപിച്ച ഈ മഹായജ്ഞം, ഇതിൽ പങ്കെടുത്തവരെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ഇനിയും പങ്കെടുത്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ താരാസ്തുതിയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊള്ളുക. കാരണം അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എങ്കിൽ മാത്രമേ ആത്മബോധോദയ സംഘത്തിൻ്റെ അന്തസ്സത്ത് എന്താണെന്ന് പൂർണ്ണമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുവാനും ആനന്ദിക്കുവാനും കഴിയുകയുള്ളൂ. ആ വിധത്തിൽ ദൈവം നിലനിർത്തിയിരിക്കുന്ന ഈ ഉന്നതമായ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ഏഴകൾക്കും അനുവാദം തരണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിന്ന് നിങ്ങൾ ഈ സമർപ്പണത്തിൽ പങ്കെടുക്കുക. പങ്കെടുത്തിട്ടില്ലാത്തവർ ആ വിധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കെടുക്കുക. പങ്കെടുത്തി ആനന്ദത്തിൽ നിൽക്കുന്നവർ ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഏഴകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം താരാസ്തുതിയിൽ കിട്ടുന്ന ആനന്ദം വേറെങ്ങും ലഭിക്കുന്നതല്ല. ആനന്ദമേ പരമാനന്ദമേ ഉന്നതനാകുന്ന ദൈവം സർവ്വലോകത്തെയും ഭരണം ചെയ്യുന്ന, സർവ്വലോകത്തിലും നിറഞ്ഞു വാഴുന്ന ദൈവമാണ് നിങ്ങളെ ദർശിക്കുന്നത്. നിങ്ങൾക്ക് അനുഭവമാകുവാൻ സർവശക്തി അനുഗ്രഹിക്കുവാനാണ്. സർവശക്തിയുടെ അകമഴിഞ്ഞ കാരുണ്യത്തിൽ കൂടി നടന്ന ഈ മഹായജ്ഞത്തിന് എങ്ങനെ വിരാമമിടണമെന്നും എങ്ങനെ നന്ദി പറയണമെന്നും ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അങ്ങനെ ഒരു മനസ്സ് തോന്നുന്നില്ല. അത്ര ആനന്ദത്തിലാണ് ഇപ്രാവശ്യം എല്ലാം നടത്തി തന്നത്. എങ്കിലും നമുക്ക് അതിൻ്റെ അവസ്ഥയനുസരിച്ച്, നിയമമനുസരിച്ച് ആ കൃത്യത്തിലേക്ക് കടക്കാം. മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.